നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായി തന്നെ പറയട്ടെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് പറയുന്നു. അപ്പോൾ ഇന്നിവിടെ പറയുന്നത് കർക്കിടക മാസം ഏറ്റവും അധികം ഭാഗ്യ അനുഭവങ്ങൾ സിദ്ധിക്കുന്ന രാശിക്കാരുടെ കാര്യമാണ്. അത് 6 രാശികളിൽ ഉള്ളതാണ്. ആദ്യമായിട്ട് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തിൻ്റെ അധിപതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം നല്ല സ്ഥാനത്ത്, അതായത് നമ്മുടെ ധനസ്ഥാനത്ത് നിൽക്കുന്നു. അതൊരു ഭാഗ്യ അനുഭവം തന്നെയാണ്. എല്ലാവിധമായ ഭാഗ്യവും ഉണ്ടാകും. ധനപരമായ പുരോഗതി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം, ഉദ്യോഗലബ്ധി, പിന്നെ വാഹന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഗൃഹനിർമ്മാണം, ഉദ്യോഗലബ്ധി, അങ്ങനെയുള്ള എല്ലാവിധമായ കാര്യങ്ങളും നടക്കുമെന്നുള്ളതാണ് കാണുന്നത്. പിന്നെ വിവാഹമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, വിവാഹം ആലോചനകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ സഫലമാകും എന്നാണ് വേഴം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ പറഞ്ഞു വേഴത്തെ കൊണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അനുഭവത്തിൽ വരണമെങ്കിൽ വേഴത്തെയും ശനിയെയും പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വ്യാഴാഴ്ച വേഴത്തിനെയും, ശനിയാഴ്ച ശനീശ്വരനെയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭാഗ്യ അനുഭവം തന്നെ ജീവിതത്തിൽ ഉണ്ടാകും. എല്ലാവിധമായ ഐശ്വര്യവും കിട്ടും എന്നാണ്. ഇനി അടുത്ത് പറയുന്നത് മിഥുനമാണ്. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർതം, മുക്കാല്. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ആ രാശിയിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് ഏഴാം ഭാവാധിപനും 10ാം ഭാവാധിപനുമായിട്ടുള്ള വേഴമാണ് ആ രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ വിവാഹാദി കാര്യങ്ങൾ, ക്രയവിക്രയങ്ങൾ, പിന്നെ മംഗളകരമായ കാര്യങ്ങൾ, അത് ഗ്രഹം മോടി കൂട്ടൽ, പിന്നെ വിദേശയാത്ര, തീർത്ഥാടനം, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ സഫലമായി വരും എന്ന് വേഴം സൂചിപ്പിക്കുന്നു. എന്നാൽ ഈ രാശിയിലോട്ട് ശനിയുടെ ബന്ധം വരുന്നതിനാൽ ശനിപ്രീതി കൂടി ചെയ്യേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ആ വേഴത്തെ കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാലതാമസം കൂടാതെ നമ്മളെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് അഭിഷ്ടസ്ഥാനമായ 11-ൽ വേഴം നിൽക്കുന്നു. അതൊരു ഭാഗ്യ അനുഭവമായി തന്നെ കാണണം. അപ്പോൾ വളരെ കാലം കൊണ്ട് നമ്മൾ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഒക്കെ തന്നെ സഫലമായി വരും. ഏതു തന്നെ ആയിരുന്നാലും, വിവാഹമായി ബന്ധപ്പെട്ടായാലും ശരി, യാത്രയുമായി, വിദേശയാത്രയുമായി ബന്ധപ്പെട്ടായാലും ശരി, പിന്നെ ക്രയവിക്രയങ്ങളായാലും ശരി, പിന്നെ വാഹന സംബന്ധിയായാലും ശരി, ഏത് കാര്യമായിരുന്നാലും ആ വേഴം അവിഷ്ടസ്ഥാനത്ത് നിന്നുകൊണ്ട് നമുക്കത് നൽകാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാലതാമസമില്ലാതെ കിട്ടുന്നതിലായിക്കൊണ്ട് ആ വേഴത്തെ, ശനിയുടെ ഒരു ബന്ധം വേഴത്തിന് വരുന്നതിനാൽ ശനി പ്രീതികരമായ കാര്യങ്ങൾ കൂടി ചെയ്യണമെന്നാണ് കാണുന്നത്. അപ്പോൾ അതുകൂടി ശനിയാഴ്ച ചെയ്തു വന്നാൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും.
പിന്നെ രാശിയിൽ, ആ രാശിയിൽ നിൽക്കുന്ന കേതു മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നു. അപ്പോൾ അത് ശിവപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം. പിന്നെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ശിവപ്രീതികരമായ കാര്യം, പിന്നെ ചാമുണ്ഡി ക്ഷേത്രത്തിലൊക്കെ ഇഷ്ടവഴിപാടൊക്കെ ചെയ്യുന്നതും ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് ഭാഗ്യവർദ്ധനവിന് കാരണമാകും. അല്ലെങ്കിൽ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ, ആ രാശിയിൽ കേതു നിൽക്കുന്നുണ്ടല്ലോ, അവ കേതുവിൻ്റേതായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ചിങ്ങരാശിക്കാർക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിജീവിച്ച് പോകാൻ പറ്റും. നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുമെന്നും കൂടിയാണ് പറയുന്നത്. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്താണ് വേഴം നിൽക്കുന്നത്. എല്ലാവിധമായ ഭാഗ്യവും തരാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. വളരെ കാലം കൊണ്ട് നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നതായി കാണുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു കാലതാമസം നേരിടുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ, അങ്ങനെയാണെങ്കിൽ അത് ശനിപ്രീതി കൂടി ചെയ്ത് പോവുകയാണെങ്കിൽ ആ കാലതാമസം ഒഴിവാക്കാൻ പറ്റും. ഭാഗ്യ അനുഭവമായി തന്നെ മാറും. പിന്നെ തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഈ 5-ൽ രാഹു നിൽക്കുന്നുണ്ട്. അപ്പോൾ നാഗരാജ പ്രീതി കൂടി ചെയ്തു പോയാൽ ഉചിതമായിരിക്കും. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയെ സംബന്ധിച്ച് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിവർത്തി സ്ഥാനത്ത് നിൽക്കുന്നു. 7-ാം ഭാവം, ഭാര്യാസ്ഥാനം, ഇണയുടെ സ്ഥാനം, കാമുകന്മാരുടെ സ്ഥാനം, യാത്രാസ്ഥാനം, നിവർത്തി സ്ഥാനം എന്ന് പറയും. അപ്പോൾ എല്ലാവിധമായ കാര്യങ്ങളും സഫലമായി വരുന്നതായിട്ട് വേഴഗ്രഹം സൂചിപ്പിക്കുന്നു. വിവാഹം നടക്കാതിരുന്ന ആൾക്കാർക്ക് വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഫലമായി വരും. പിന്നെ വിദേശയാത്ര, പിന്നെ തീർത്ഥാടനമൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതും സഫലമായി വരും. എന്ന് വെച്ചാൽ എല്ലാവിധമായ ഭാഗ്യവും വേഴം തരാൻ തയ്യാറാണെന്നാണ് കാണുന്നത്. എന്നാൽ ഈ നിലവിൽ ഈ ധനുരാശിയെ സംബന്ധിച്ച് ശനിപ്രീതി കൂടി ചെയ്ത് പോകേണ്ടതായിട്ട് കാണുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാലതാമസമില്ലാതെ ഭാഗ്യം നമ്മളെ കൈകളിലേക്ക് എത്തിച്ചേരും. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിക്കാർക്ക് അതിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. അപ്പോൾ 5-ൽ വേഴമുണ്ട്. അപ്പോൾ വേഴം നമുക്ക് എല്ലാവിധമായ ഭാഗ്യവും തരാൻ തയ്യാറാണ് എന്ന് പറയുന്നു. സന്താന ഭാഗ്യവും വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ സഫലമാകും. യാത്രാഗുണം, പിന്നെ ധന പുരോഗതി, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ഉദ്യോഗലബ്ധി, ഇതൊക്കെ നൽകാൻ തയ്യാറായിട്ട് വേഴം നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥാനത്ത് നിലകൊള്ളുന്നു. അതൊരു ശുഭാവസ്ഥ തന്നെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നാഗരാജ പ്രീതി കൂടി ചെയ്യണം. അതൊന്ന്. പിന്നെ രണ്ടാമത് നിങ്ങൾ 2-ൽ നിൽക്കുന്ന ശനി. അപ്പോൾ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തി പോവുകയാണെങ്കിൽ നമുക്ക് ദോഷം വരാനായിട്ടില്ല. അപ്പോൾ ഈ 6 രാശിയിൽപ്പെട്ട ആൾക്കാരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ പറഞ്ഞ രാശിക്കാർക്കൊക്കെ തന്നെ എല്ലാവിധമായ ഭാഗ്യവും ഉണ്ടാകട്ടെ. എല്ലാ തടസ്സങ്ങളും പൂർണ്ണമായി നീക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.